ബാംഗ്ലൂരിലെ ഡോക്ടർ ഹസ്ബൻഡ് ഡോക്ടർ വൈഫിനെ അനസ്തേഷ്യ കുത്തിവെച്ച് ഈസി ആയിട്ട് കൊന്നു. അതും വിത്തിൻ 1 year ഓഫ് മാരേജ്. ഈ ഡോക്ടറിനെ ഒക്കെ നമ്പി രോഗികൾ ആ ഹോസ്പിറ്റലിൽ പോയി കിടക്കുന്ന ഒരു അവസ്ഥയെ എന്നെ കൊല്ലാതെ വിട്ടുകൂടി. കോട്ടയത്ത് ഒരു IT എഞ്ചിനീയർ സാം എന്ന് പറയുന്ന ആള് ഭാര്യയെ ശ്വാസം മുട്ടിച്ചു കൊന്ന് കൊക്കയിലോട്ടങ്ങ് വലിച്ചെറിഞ്ഞു. പുള്ളിക്ക് പിന്നെ ഒരു ഗേൾ ഫ്രണ്ട് പോരാ, ഒത്തിരി വെറൈറ്റി ഗേൾ ഫ്രണ്ട്സ് വേണ്ടിയ ആള്, വലിയ പുള്ളിയായിരുന്നു. ജീവിതം കൂടുതൽ കളർഫുൾ ആക്കാനുള്ള ഓട്ടത്തില് വർഷങ്ങൾ കൂടെ ഉണ്ടായിരുന്ന പാർട്ട്ണറിനെ, തന്റെ 2 മക്കളുടെ അമ്മയെ ഒരു മനസാക്ഷിയും ഇല്ലാതെ കൊന്നു തള്ളുന്ന സംസ്കാരം. ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടത്? കേരളത്തിലെ ഡിവോഴ്സ് റേറ്റ് ഹൈ ആയിക്കൊണ്ടിരിക്കുക. അതേസമയം വെസ്റ്റേൺ കൺട്രീസിലൊക്കെ വർഷങ്ങളായിട്ട് ഡിവോഴ്സ് റേറ്റ് സ്റ്റേബിൾ ആണ്. കേരളത്തിലെ ഫാമിലി കോർട്ടുകളുടെ ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് ഓൾമോസ്റ്റ് 38,000 കേസസ് ഉണ്ട്. ഫോർമലി ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാതെ സെപ്പറേറ്റഡ് ആയിട്ട് താമസിക്കുന്ന ആൾക്കാർ വേറെ. അതായത് വക്കീൽ ഫീസ് കൊടുത്ത് കോടതി കയറി ഇറങ്ങാൻ താല്പര്യമില്ലാത്ത ഒരു കൂട്ടർ. അവർ സ്വന്തമായിട്ട് അങ്ങ് പിരിഞ്ഞ് ജീവിക്കുന്നു. ഇവരെക്കാൾ എല്ലാം സ്മാർട്ടായ വേറൊരു കൂട്ടരുണ്ട്. ഇഷ്ടക്കേടുണ്ടായ ഭാര്യയെ വെട്ടിക്കൊല്ലുക, ഭർത്താവിനെ വെട്ടിക്കൊല്ലുക, അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനത്തിലെത്തുന്ന ആൾക്കാർ, കോടതിയുടെ ഒന്നും സഹായമില്ലാതെ. സ്ത്രീകൾക്ക് വിവരവും വിദ്യാഭ്യാസവും ജോലിയും ഒക്കെ ഉണ്ട്. ഇപ്പൊ അവരെ പണ്ടത്തെ പോലെ അടിമപ്പണി എടുക്കാനൊന്നും കിട്ടത്തില്ല. കേരളത്തിൽ പെണ്ണ് കിട്ടാതെ നിൽക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുവാന്നാ പറയുന്നത്.